ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ എൻ്റെ വിഷയം വേറൊന്നുമല്ല, നമ്മളെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണനെ കുറിച്ച് തന്നെയാണ്. നമ്മളെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ കാസർഗോഡ് പോവുകയും അവിടെ ഇത് ആയിരത്തിക്കുടിയും കൂടെ ഉണ്ടായിരുന്നു. ആയിരത്തിക്കുടിയും ഡോക്ടർ ഒ പി രാധാകൃഷ്ണനും കൂടെയായിരുന്നു പോയത് ഇന്നലെ. അപ്പോൾ ഇന്നലത്തെ ആ പ്രോഗ്രാം ഒരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ ക്യാമറകളൊന്നും അവിടെ അലോട്ട് അല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോകളൊന്നും ശരിക്കും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടർ ഇപ്പോൾ വീഡിയോ ഒക്കെ ചെറിയ മൊബൈലിലൊക്കെ എടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോഴും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്നതിനുള്ള ഒരു ഉദാഹരണങ്ങൾ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല അടിപൊളിയായിട്ട് 2000 അതുപോലെ തന്നെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണനും വന്ന് ഇറങ്ങുന്നു. അവരെ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് നടത്തുന്നതൊക്കെ കാണുന്ന ഒരു നല്ലൊരു മുഹൂർത്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുമല്ല, എനിക്ക് വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ നമ്മളെ കൂടെയുള്ള രമ്യ സിസ്റ്റർ അവിടെ പോവുകയും, കാരണം അവരുടെ നാട്ടിലായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയി കാണുകയൊക്കെ ചെയ്തപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടതുപോലെയാണ്. കാരണം നമ്മളെ ഒരു കുടുംബത്തെ, കാരണം ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷം അടുപ്പിച്ചായി. അത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ കാണുന്ന എൻ്റെ രമ്യക്കുട്ടിക്ക്, ഞാൻ രമ്യക്കുട്ടിയെന്നാണ് വിളിക്കുന്നത്, ആ രമ്യ സിസ്റ്ററിനും ഒക്കെ കണ്ടപ്പോഴൊക്കെ അവരുടെ ആനന്ദം കാണണം എനിക്ക്. കാരണം പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ഡോക്ടറെ കാണാൻ പറ്റുമോ എന്നൊക്കെ രമ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നമ്മുടെ ലൈവുകളിലൊക്കെ വരുമ്പോഴേ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ഉള്ള അവരുടെ ആനന്ദം ശരിക്കും അവർക്ക് ഇപ്പോഴും കണ്ടില്ലേ. ഓരോരുത്തരും ഓരോരുത്തരും വന്ന് ഡോക്ടറോട് സംസാരിക്കുക, ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് ബഹളങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോഴും അദ്ദേഹത്തെ ഇപ്പോഴും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ നെഗറ്റീവ് എഴുതുന്ന ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ, ഇന്നലെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനെന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു വേട്ടാവളിയും ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന അവൻ വന്ന ഒരു നെഗറ്റീവ് വന്ന് എഴുതി. അവനോട് ഞാൻ പറയുന്നുണ്ടോ, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിന്റെ ജോലി ഇതാണോ? നിനക്ക് ജോലി? നീ മറ്റുള്ളവരെ തിരക്കി നടക്കാൻ, നിന്റെ വീട്ടിലോ നിന്റെ കാര്യങ്ങളൊക്കെ തിരക്കി നടക്കുന്നീ ശ്രീകുമാറെ. കാരണം നീ 2 പ്രാവശ്യം നീ 2 മെസ്സേജ് എഴുതി. ഞാനത് 2ഉം വിട്ടിക്കാം. കാരണം ആരോ ഇതാക്കി കളഞ്ഞു, അല്ലെങ്കിൽ നിനക്കുള്ള മറുപടി ഞാൻ തന്നെ തരുമായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുക, കണ്ട് നോക്ക് നീ കേട്ടോ. അദ്ദേഹത്തെ സ്നേഹിക്കാൻ ആയിരങ്ങളുണ്ട്. നീ സ്നേഹിക്കണ്ട, നീ മാറി നിന്ന് അങ്ങോട്ടിരുന്ന് കരഞ്ഞു മെഴുകി കേട്ടാ ശ്രീകുമാറെ. നീ 2-3 വട്ടമായി നീ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്റെ ചാനലിൽ കേട്ടോ. വേറൊന്നുമില്ല, നീ വന്ന് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ തന്നെ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴും ഒക്കെ എനിക്ക് വളരെ സന്തോഷം എന്നത്, കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ കൂടെ ഉള്ള ഒരാൾ കാണുകയും പുള്ളിക്കാരിക്ക് ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഡോക്ടർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങളൊക്കെ ഈ നെഗറ്റീവ് പറയുന്നവർ പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്ന ആരും എങ്ങും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവര് ചില കാരണങ്ങളാലൊക്കെ ഓരോരുത്തരും മാറി നിൽക്കുന്നെങ്കിലും എല്ലാവരും അദ്ദേഹത്തെ നെഞ്ചോട് തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു. അത് ഡോക്ടറൊക്കെ മനസ്സിലാക്കുക. കാരണം താങ്കളെ ആരും ഇട്ടെറിഞ്ഞിട്ടൊന്നും പോയിട്ടില്ല. താങ്കളുടെ സന്തോഷം ഞങ്ങളും സന്തോഷിക്കുന്നു പുറത്തുനിന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോഴൊക്കെ വളരെ സന്തോഷം. കാരണം ആരത്തിപ്പൊടി ഉണ്ടായിരുന്നു, ആരത്തിപ്പൊടിയും അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും കൂടെ വന്നപ്പോൾ ഒരു ഇതായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്, നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തന്നെ എഴുതുക. കാരണം ഇങ്ങനെയുള്ള നെഗറ്റീവ്സുകളൊക്കെ പറയുന്ന ആൾക്കാർക്കൊക്കെ ഒരു മറുപടിയാണ്. പിന്നെ വേറൊരു കേസുണ്ട്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർക്ക് ആരോടും വിരോധമില്ല. ഡോക്ടറെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള, ഫസ്റ്റില് തൊട്ട് ശരിക്കും ഉപദ്രവിച്ചിട്ടുള്ള എന്ന് പറയുന്ന നമ്മൾ അരിയണ്ണൻ തന്നെയാണ്.
അരിയണ്ണനും ഒക്കെ ഇരുന്ന് കണ്ടു. അവര് കാണുമ്പോൾ അവരെല്ലാം സന്തോഷത്തോടും സമാധാനത്തോടും ഹാപ്പിയോടും ഒക്കെയാണ് പോകുന്നത്. അതുപോലെ ഈ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുക. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക. സ്നേഹമാണ് വലുത്. അല്ലാതെ ഇന്നിരുന്ന് നാളെ നമ്മളൊരു ചെറിയൊരു കാറ്റാണ് നമ്മുടെ ഇതിലുള്ളൂ. ആ കാറ്റിലെ വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു പാഠം തന്നെയാണ്. ഡോക്ടർക്ക് ആരോടും വിരോധമൊന്നുമില്ല. അദ്ദേഹം കണ്ടല്ലോ, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ നെഗറ്റീവ് ഇവിടെ ഇത് ചെയ്തിട്ടുള്ള ആ അരിയണ്ണനാണ് എന്ന് എനിക്ക് തറപ്പിച്ച് പറയും. ഞാനിത് തുടക്കം മുതൽ കാണുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ആ പുള്ളിക്കാരനോട് വരെ അദ്ദേഹം എന്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർക്ക് സംസാരിക്കാമെങ്കിൽ പിന്നെ നമുക്കെന്ത് സംസാരിച്ചുകൂടാത്ത എന്ന് നിങ്ങൾ ചിന്തിക്കൂ. നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുക. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഡോക്ടർ മാത്രമാണ് എനിക്ക് ഡോക്ടർ മാത്രമാണ് ഇഷ്ടം. എനിക്ക് വേറെ ഒരാളുടെ എനിക്ക് സിമ്പതിയോ ഒന്നും എനിക്കും വേണ്ട. അതാണ് കാരണം. പലർക്കും എന്നോട് എന്തുമാത്രം വിരോധം, പലരും എന്നോട് പല രീതികളിൽ വിരോധം വെച്ചത്, എൻ്റെ അടുത്ത് വിരോധം വെച്ച് പുലർത്തുന്നവർക്ക് എന്ത് നേട്ടം കിട്ടണമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാനത് മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹത്തിന് ആരോടും ദേഷ്യമോ പകയോ ഒന്നുമില്ല. ഇതാണ് ഡോക്ടർ റൂബി രാധാകൃഷ്ണൻ. അതാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ എന്തുകൊണ്ടാണെന്ന് കാരണം മനുഷ്യരായി തിരിച്ചറിയുന്നുണ്ട് അദ്ദേഹം എല്ലാവരെയും ഇങ്ങനെ കളിച്ച് ചിരിച്ചു പോകും. ഞാനും അതുപോലെ തന്നെ ഒരു കളിച്ച് ചിരിച്ച് ഇതൊക്കെ പോകുന്നു. കാര്യത്തിൽ കാര്യമായിരിക്കും, അല്ലാത്ത സമയത്ത് നമ്മൾ ചിരിച്ച് നമ്മൾ ഹാപ്പി ആയിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നാണ്. അതാണ് എൻ്റെ നിയമം. ആരെയും വേദനിപ്പിക്കാതെ, ആരെയും ഒന്നും പറയാതെ. കാരണം മനുഷ്യർ പറയാതെ ഇരിക്കില്ല. എന്നിരുന്നാൽ തന്നെയും ഹാപ്പി ആയിട്ട് പോവുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇന്നൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഇപ്പോഴും നല്ല സൂപ്പറായി തന്നെ പോകുന്നു. നീ പോരുന്നു ഈ ശ്രീകുമാർ വന്ന് പറഞ്ഞല്ലോ, നിനക്ക് പറഞ്ഞതിനുള്ള മറുപടി ഞാൻ തന്നിട്ടുണ്ട്, നിനക്കത് അറിയായിരിക്കും, നീ കാണുന്നുണ്ടല്ലോ, എന്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, എനിക്ക് മനസ്സിലായത് കേട്ടോ ശ്രീകുമാറെ. ഇനി മേലാലെങ്കിലും ഇങ്ങനെയുള്ള വൃത്തികേടും കൊണ്ട് എന്റെ ചാനലിൽ, വേറെ ഏതെങ്കിലും ചാനലിൽ പൊയ്ക്കോ, എന്റെ ചാനലിൽ വരരുത്. എന്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിന്നെ എടുത്തിട്ട് നിനക്ക് ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിയാണ്. ഇനിയുള്ള വാണിംഗ് എന്ന് പറഞ്ഞാൽ നിന്റെ ഐഡിയ വെച്ചായിരിക്കും ഞാൻ ഇനി ഇത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇത് നിന്നെ രണ്ടു വട്ടം ഞാൻ വിട്ടിരിക്കുകയാണ്. ഞാൻ ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നീ അത് ശ്രദ്ധിക്കുക. ഇനി മേലാലി ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സും കൊണ്ട് എന്റെ ചാനലിൽ നീ വരരുത്. വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 8ന്റെ പണി എന്ന് പറഞ്ഞാൽ നല്ല പണി തരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടിച്ചു പൊളിച്ച് നമ്മളെ ഡോക്ടർ റൂബി രാധാകൃഷ്ണനും ആരതിപ്പൊടിയും കൂടി കാസർഗോഡ് ഇളക്കി മറിച്ചു. കാരണം വീഡിയോകളൊന്നും അതിനകത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം കുറച്ച് ഒരു മൊബൈലിലൊക്കെ എടുത്ത ഒരു വീഡിയോകളൊക്കെ ഉള്ള, എന്നിരുന്നാൽ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പേര് അവിടെ വരികയും ഒക്കെ ചെയ്ത് നല്ല ഇതായിട്ടാണ് ഇപ്പോഴും ഡോക്ടറെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഹാപ്പി ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് രമ്യ സിസ്റ്റർ കാണാൻ പറ്റിയതും പുള്ളിക്കാരി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, ഞാൻ അതൊക്കെ ഇത് എന്റെ വീഡിയോയിലൊക്കെ ഇന്നലെ തന്നെ സ്റ്റോറിയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. കാരണം പുള്ളിക്കാരി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമെന്നാ. അങ്ങനെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഡോക്ടറെ കാണാൻ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേര് ഡോക്ടറെ പല പ്രാവശ്യം ഉള്ളവരുണ്ട്. അതൊക്കെ നമുക്കറിയാന്നുള്ളതാണ്. പക്ഷെ ഈ പറയണ ഞാനും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ പുള്ളിക്കാരനെ നമ്മളെ അറിയാതിരിക്കില്ല. കാരണം പുള്ളിക്കാരൻ എന്റെ ഇതൊക്കെ എടുത്ത് ഇട്ടതുകൊണ്ട്, ഇതിലൊക്കെ ഇട്ടതുകൊണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഇട്ടതുകൊണ്ട് പുള്ളിക്കാരനെ എന്നെയും അറിയാൻ കഴിയും. പക്ഷെ എനിക്ക് നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് കാണാൻ പറ്റുമെങ്കിൽ കാണട്ടെ എന്ന് ഞാൻ ആശിക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ വിദേശത്തായതുകൊണ്ട് എനിക്ക് അങ്ങനെ പോയി കാണാൻ പറ്റില്ലല്ലോ. നാട്ടിലാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കാണാം എന്ന് വിചാരിക്കാം. അപ്പൊ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ അടിച്ചു പൊളിച്ചുള്ള ഒരു ഫംഗ്ഷനൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പോഴും ഡോക്ടറെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കാനും എടുക്കാനും ഒക്കെ ഒരുപാട് പേർ നിൽക്കുന്നു എന്ന് ഇപ്പോഴും നിങ്ങളൊക്കെ ഈ മനസ്സിലാക്കുക. കാരണം ഇപ്പൊ ആരുണ്ടെന്ന് എല്ലാവരും ഉണ്ട്. എല്ലാവരും അദ്ദേഹത്തിന്റെ ഒപ്പം കൂടെ തന്നെ ഉണ്ടാവും. കാരണം ഇത് ഞങ്ങൾ വിട്ടുകളയാനുള്ള ആളല്ല. കാരണം ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണമെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഇതിലുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ
ഞങ്ങൾക്ക് ആവശ്യമാണ് ആ കാര്യങ്ങൾ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തുടക്കം നിങ്ങൾ നോക്കുക. നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ മനുഷ്യനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി അടിച്ച് തകർത്ത് താഴെ തള്ളിയിട്ടത്. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ഹേറ്റേഴ്സുകൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഒരു പാഠം മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ആ നന്മയിലേക്കുള്ള പാതയിലേക്കാണ് നിങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് സൈലന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആരും നിങ്ങൾ ഇത് വിലയിരുത്തി കളയണ്ട. അദ്ദേഹം എപ്പോഴും ഏത് സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതുണ്ടെങ്കിൽ അത് ഏത് ഒരു സമയത്തെങ്കിലും നമുക്ക് അത് ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാം കൂടെ നിൽക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ഏതെങ്കിലും ഒരു കാലത്ത്, കാരണം അങ്ങനെയുള്ള മനുഷ്യര് നമുക്ക് അപൂർവമായി കിട്ടുള്ളൂ. അങ്ങനെയുള്ള എല്ലാവരെയും സഹായിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ശത്രുക്കളെ കണ്ടില്ലേ, ശത്രുക്കളെ പോലും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് ആരെയും ഒരു കുറ്റം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേൾക്കുന്നില്ല. ഒരു ഇന്റർവ്യൂവിന് പോയിരുന്നാൽ തന്നെ ആരെയും ഒരു കുറ്റം പറയില്ല. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ ഇന്റർവ്യൂകൾ നടത്തിയൊക്കെ ചെയ്തിട്ടില്ലേ. അദ്ദേഹം ഒരു കുഞ്ഞുങ്ങളെ പേര് പറയൂ, അവര് മോശമാണെന്ന്, എന്നിട്ട് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ നമുക്കറിയാം, ജനങ്ങളെ അദ്ദേഹം മനുഷ്യരുടെ സ്നേഹം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ഞങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 3 വർഷം കഴിഞ്ഞ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ 3 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോരോ പ്രവൃത്തികളും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്ക് മാറിക്കുക. നിങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞാലോ എന്ത് പറഞ്ഞാലോ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ഒപ്പം തന്നെ എപ്പോഴുമുണ്ട്. കാരണം സ്നേഹമാണ്. സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, മനുഷ്യരെ സഹായിക്കുക. ഒരു ആപത്ഘട്ടത്തിലൊക്കെ സഹായിക്കുന്ന മനുഷ്യർ നല്ല ഹൃദയങ്ങളുടെ ഉടമയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള, ചിലപ്പോൾ നമ്മളെല്ലാവരും ദേഷ്യക്കാരും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും അതൊക്കെ പറഞ്ഞിരുന്നാലും നമ്മുടെ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ നന്മകളുണ്ട്. ഒരു കോണിൽ നമ്മുടെ നന്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ആരെടുത്തും ഞാൻ ഈ പറയുന്നില്ല, ശത്രുക്കളുടെ എത്ര ശത്രുക്കളെ അവിടെ പറഞ്ഞില്ല, അദ്ദേഹം ആരെയും കുറ്റം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങളുടെ കാരണം ഈ സോഷ്യൽ മീഡിയ ആണ്, നമുക്ക് എപ്പോഴും പെട്ടെന്ന് അറിയാൻ കഴിയും എന്താണ് കുറ്റം അദ്ദേഹത്തിന്റെ മേൽ. കാരണം ഇപ്പോഴും അദ്ദേഹത്തെ ആയിരങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ്. ഇതിപ്പോ അങ്ങ് കാസർഗോഡാണ്, എത്രയോ അകലെയാ. കാരണം കേരളത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങറ്റവുമാണ്. കാരണം പുള്ളിക്കാരൻ ഇങ്ങറ്റത്ത്, കാരണം തിരുവനന്തപുരത്ത് താമസിക്കുന്ന അദ്ദേഹവും കാസർഗോട്ട് പോയപ്പോഴും കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, 3 വർഷമായിരിക്കുകയാണ്. 3 വർഷമായിട്ടും അദ്ദേഹത്തെ ഇതുപോലെ സ്നേഹിക്കുന്ന ജനങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇപ്പോഴും ഹൃദയത്തിൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഹാപ്പിയാണ്. നമ്മുടെ ഹൃദയം എങ്ങനെയാണെന്ന് എനിക്ക്, കാരണം അതാണ് നമ്മുടെ സ്നേഹം. ഈ പലരും, ഞാൻ പറയുന്നല്ലോ, പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടു, എന്നാലും പറയുക, ഒരുപാട് സുഖമില്ലാത്തവരും ഒരുപാട് അമ്മമാരും ഒക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ഡോക്ടറെ സ്നേഹിക്കുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇതാണ് ഡോക്ടർ എന്ന് പറയുന്നത്. ആ പാവം മനുഷ്യൻ, അദ്ദേഹത്തിന് സ്നേഹം മാത്രമേ അറിയാവൂ. കണ്ടില്ലേ ആ അരിയണ്ണനെ സ്നേഹിക്കുന്നത്? നമ്മളെല്ലാം അദ്ദേഹത്തെ വിരോധമായിട്ട് വെച്ചിരിക്കുക. നമ്മളും വിരോധമായിട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിരോധമാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഡോക്ടർക്ക് വിരോധമുണ്ടോ? ഇല്ല. നമ്മളെ കണ്ണിൽ അതാണ് അദ്ദേഹം. അതുപോലെ പലരും നമുക്കിഷ്ടമുള്ളവരാ. നമ്മുടെ മൗലിക അവകാശമാണ്. ആരോട് മിണ്ടണം, ആരോട് പറയണം, ആരോട് എന്ത് ചെയ്യണമെന്നൊക്കെ നമ്മുടെ മൗലിക അവകാശമാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, നമ്മുടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ രീതിയാണത്. അത് നമ്മൾ പാലിക്കുക. വേറൊരാൾ പറയുന്നത് കേട്ട് നമ്മൾ ജീവിക്കാൻ ഒരിക്കലും തുനിയരുത്. തുനിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല. നമ്മൾ ആരുടെ മുന്നിലും എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുകയുള്ളൂ. നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മളതായി തന്നെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കുക. ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കൂ, നമുക്ക് എന്താണ് വേണ്ടത് എന്ന്. അന്ന് ചോദിച്ചു നിൽക്കൂ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞതിനെ എനിക്ക് പറയുള്ളൂ. ഇനിയും ഡോക്ടർ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എന്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് കിട്ടാതെ ഞാൻ അതിന്റെ കാര്യമേ ഞാൻ പറയില്ല. കല്യാണ കാര്യമാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാൻ അത് പറയുന്നില്ല. കാരണം എന്തെന്നറിയാമോ, എനിക്ക് കൃത്യമായിട്ട്